ഹായ് മക്കളെ, AK-ആണ്. നമ്മളൊരു അടിപൊളി കണ്ടന്റ് പഠിച്ചാലോ? നമുക്ക് എന്തായാലും എക്സാമിന് ഈ ടോപ്പിക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഏതാന്നല്ലേ വായിച്ചോ? എന്താണ് യൂസസ് ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്, അതായത് കോൺകേവ് ദർപ്പണങ്ങളുടെയും കോൺവെക്സ് ദർപ്പണങ്ങളുടെയും ഉപയോഗങ്ങൾ. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാൻ കോൺകേവ് നമുക്ക് ആദ്യം പഠിക്കാം കേട്ടോ. സോ ഈ കോൺകേവിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിൽ ഒന്നാം നമ്മൾ പഠിക്കുന്നതാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണ്? ടോർച്ചിൽ. ദാ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ടോർച്ചിന്റെ ഉള്ളിലൂടെ ഒരു കണ്ണാടി കാണുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ കോൺകേവ് കണ്ണാടി. ക്ലിയർ ആണോ? ഇനി അടുത്താണ് യൂസ്ഡ് ഇൻ സെർച്ച് ലൈറ്റ്സ്. സെർച്ച് ലൈറ്റ്, ടോർച്ച് ലൈറ്റ്, ഹെഡ് ലാമ്പ്, അതേപോലെ സ്റ്റേഡിയം ലാമ്പ്, അങ്ങനെ ലാമ്പുമായി ബന്ധപ്പെട്ട 99% ഏതാ ഉള്ളത്? നമ്മുടെ കോൺകേവ് മിറേഴ്സ് ആണ്. ഇനി അടുത്തൊരു യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന യൂസ് ആണ് ഇത്. നമ്മുടെ ദന്ത ഡോക്ടർ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ്. അതായത് പല്ലിനെ വലുതാക്കി കാണണം അല്ലേ? സോ ദ കോൺകേവ് മിറർ ഗീവ്സ് എ വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇറക്റ്റ് ഇമേജ് അല്ലേ? മിഥ്യയായതും നിവർന്നതും വലുതുമായ പ്രതിബിംബം രൂപീകരിക്കാനായിട്ട് സാധിക്കും. കോൺകേവിന് പറ്റും. അതുകൊണ്ട് നമുക്ക് അടിപൊളി നമ്മുടെ പല്ലൊക്കെ വലുതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു യൂസ് ആണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാം. എന്താ ഷേവിംഗ് മിറർ എന്ന് പറഞ്ഞാൽ? എടാ, നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇതാ കണ്ടോ, നമ്മുടെ മുഖം വലുതാക്കി കാണിക്കാൻ തന്നെയാണ് ഇതും. സെയിം പർപ്പസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുരുകൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം തരും, കണ്ണാടി. ആ കണ്ണാടി ഇത് തന്നെയാണ്. ആ കണ്ണാടിയും കോൺകേവ് ആണ്. അത് നമ്മുടെ മുഖം വലുതാക്കി കാണിക്കും. സെറ്റാണോടാ? ഇനി അടുത്ത യൂസിലേക്ക് കടക്കാം. അടുത്ത യൂസ് ആണ് യൂസ്ഡ് ഇൻ വെഹിക്കിൾ ലാംപ്സ്, അതായത് വാഹനങ്ങളിലെ ഹെഡ് ലാമ്പിൽ ആരാണുള്ളത്? കോൺകേവ് ആണ്. നോക്കിക്കോ, ഓരോ ലാമ്പിൻ്റെയും ഓരോ ഹെഡ് ലാമ്പിൻ്റെയും ഉള്ളിൽ എന്ത് കാണാൻ സാധിക്കും? നമുക്ക് കോൺകേവ് മിറർ കാണാൻ പറ്റും. നിങ്ങൾ വേണേൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതോ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് കുത്തി പൊട്ടിച്ച് നോക്കി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കോൺകേവ് മിറർ കാണാൻ പറ്റും. ഓക്കെ, വേണം നോക്കിക്കോണ്ടേ. ഓക്കെ, സെറ്റാണ്. നെക്സ്റ്റ്, ഇതേതാടാ? ഇതെന്ത് സാധനം? ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. എവിടെ പോയോ? ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൽ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും. ആ ലൈറ്റ് ഒരുപാട് ദൂരേക്ക് ലൈറ്റിനെ ഇങ്ങനെ കൊണ്ടുപോകണം. അതായത് ദൂരേന്ന് കപ്പലൊക്കെ വരുന്ന സമയത്ത് അവിടത്തേക്ക് ഈ ലൈറ്റ് ഇങ്ങനെ എത്തും അല്ലേ? ആ ലൈറ്റ് കണ്ടിട്ടാണ് ഇവിടെ കരയുണ്ട് എന്ന് ഈ കപ്പലിന് മനസ്സിലാവേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സോ യൂസ്ഡ് ഇൻ എവിടെയാണ്? ലൈറ്റ് ഹൗസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നമുക്ക് സോളാർ ഫർണസുകളും സോളാർ കുക്കറുകളിലും ആരാണ്? നമ്മുടെ കോൺകേവ് മിറേഴ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാ ഇതൊരു കോൺകേവ് മിറർ പോലെയുള്ള സംഭവമാണ്. ഇതാ കണ്ടോ, കറക്റ്റായിട്ട് സോളാർ ഫർണസ്, സോളാർ കുക്കർ. ഇനി ഒന്നുകൂടി ഉണ്ട്, നമ്മൾ മൈക്രോസ്കോപ്പിലിടാം. മൈക്രോസ്കോപ്പിൻ്റെ അടിഭാഗത്ത് പ്രകാശത്തെ നല്ല ലൈറ്റ് അടിപൊളിയായിട്ട് കൊടുക്കണമല്ലോ. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. 8ൽ അത് സൂചിപ്പിക്കുന്നില്ല, എന്നിരുന്നാലും അത് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോൺവെക്സിൻ്റെ പറയാം. കോൺവെക്സിന് ആദ്യ ഉപയോഗമാണ് റിയർ വ്യൂ മിറർ. എന്താണ്? റിയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ്, അതായത് വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നുണ്ട്. അറിയാലോ, കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടതായിരിക്കും ട്രാഫിക് മിറർ അല്ലെങ്കിൽ ജംഗ്ഷൻ മിറർ ആര് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ കോൺവെക്സിന് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഉപയോഗമുള്ള വസ്തു കൂടിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നു സെക്യൂരിറ്റി പർപ്പസ്. പണ്ട് കാലങ്ങളിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്ത് CCTV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ദാ ഞാൻ ഇവിടെ ആണ് നിൽക്കുന്നത് വിചാരിക്കുക. എനിക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലുള്ള നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എവിടെ കാണാൻ സാധിക്കും? ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. ഇനി ഒരു യൂസ് കൂടി ഞാൻ പറയാം. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ? സ്ട്രീറ്റ് ലൈറ്റ്, അതായത് തെരുവിളക്ക്. അത് തെരുവിളക്ക് എങ്ങനെ ഉണ്ടാവുക? ഒരു സ്റ്റാൻഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ലൈറ്റ് കണ്ടോ നിങ്ങൾ? ഇതാണ് ലൈറ്റ്. പക്ഷേ ഈ ലൈറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ടായിരിക്കും. കണ്ടോ? ഇതാണ് കോൺകേവ് മിറർ. ഇതാ ഇവിടെ ഒരു ബൾബ് ഉണ്ടാവും. ഇതാ ഇവിടെ ബൾബ് ഉണ്ടാവുക. എന്താ സംഭവം എന്നറിയോ? ലൈറ്റ് ഇങ്ങനെ മിറർ തട്ടിയിട്ട് ഒരുപാട് ഭാഗത്തേക്ക് ഉണ്ടോ? സ്ട്രീറ്റ് ലൈറ്റ് ആകുമ്പോൾ ഒരു വൈഡ് ഏരിയയിലേക്ക് ലൈറ്റ് എത്തണമല്ലോ, വേണ്ടേ? സോ അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ തെരുവിളക്കിലും ഏതിനെ ഉപയോഗിക്കുന്നത്? നമ്മുടെ കോൺവെക്സ് മിറേഴ്സ് ആണ്. സോ ഇത്രയാണ് നമ്മുടെ ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ. ഇത് പ്രധാനമായിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് കൃത്യം 7:30 ലൈവ് ഉണ്ട്. എല്ലാവരും വരണം. ബേസിക് സയൻസിലെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കും. സോ അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. സോ താങ്ക് യു മക്കളെ. വൈകുന്നേരം കാണാം കേട്ടോ. ബൈ.